നമസ്കാരം. കഥയുടെ പേര് ഹൃദയം. സ്വന്തമായി എഴുതിയ ഒരു കഥയാണ്. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കഥ വെറും സങ്കല്പികം. ഗൈനക്കോളജിസ്റ്റ് സിന്ധുവിൻ്റെ വീട്ടിലെ പരിശോധനാ മുറിയുടെ മുന്നിൽ ഇട്ടിരുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്കുറപ്പായിരുന്നു എൻ്റെ കാര്യത്തിൻ്റെ അന്തിമവിധിയാണ് അപ്പോൾ അവിടെ സംഭവിക്കുവാൻ പോകുന്നുവെന്നത്. എത്ര നാൾ കാത്തിരുന്നാണ് ഓരോ അമ്മയും അവരുടെ കൺമണിക്കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് പിന്നീട് ജന്മം നൽകുന്നത്. എത്രയെത്ര സ്വപ്നങ്ങൾ ഓരോ കുഞ്ഞ് ജനിക്കും മുൻപും ഓരോ അമ്മയുടെയും അച്ഛൻ്റെയും നെഞ്ചിൽ താലോലിച്ചു കാണും. പിന്നെ അവരുടെയൊക്കെ കാത്തിരിപ്പിൽ ഇരട്ടി മധുരവുമായി ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നു. അമ്മയാവുക എന്ന പുണ്യപ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള എത്ര പേരുടെ കണ്ണീരാണ് ഓരോ ലേബർ മുറിയും നിറച്ചത്. എത്ര ചീത്ത കേട്ടാലും വേദന തിന്നാലും ഓരോ ഗർഭിണിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദ കണ്ണീരും പുഞ്ചിരിയും നിറയുന്നൊരു നിമിഷമുണ്ടെന്ന് നന്നായി അറിയാം. ആ ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്നിട്ടും തളർന്നു പോകാതെ ഓരോ ഗർഭിണികളും അമ്മയായി മാറുന്നത്. കുഞ്ഞുങ്ങളുടെ ചുണ്ടിലെ പാൽപുഞ്ചിരി അതുവരെ അവർക്കുണ്ടായ എല്ലാ വേദനകളെയും ശമിപ്പിക്കുകയും ചെയ്യും. കാത്തിരുന്നവർ പിറന്നു വീണു. കാത്തിരുന്നവർക്ക് പറയാൻ കഴിയാത്ത സന്തോഷം. എന്നാൽ ഇവിടെ ഞങ്ങളെപ്പോലെ അമ്മയുടെ മുഖമൊന്ന് നേർക്കുനേർ കാണാൻ, വളർന്ന ഭൂമിയെ തൊടാൻ, അമ്മയുടെ നെഞ്ചിലെ ചൂടിൽ പറ്റിച്ചേർന്നു അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരം നുകരാൻ, അച്ഛൻ്റെ വാത്സല്യനിധിയായി മാറി വിരൽത്തുഞ്ചിലുരുമി നടക്കുവാൻ കിടന്നുറങ്ങുവാൻ കൊതിച്ചിരുന്ന ഞങ്ങളുടെ കൂട്ടർ. എത്രയെത്ര സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക്. വിടരും മുൻപേ കൊഴിഞ്ഞു വീണ പൂവുകളുടെ ഒരു ലോകമാണിത്. ആയുസ്സെത്താതെ വീണ ഇലകളെപ്പോലെ ഞങ്ങൾ, ജനിക്കും മുൻപേ മരിച്ചുപോയവരുടെ ലോകം. ഞങ്ങൾക്ക് കൃത്യമായൊരു രൂപമില്ല, വിവേകമില്ല, വളർച്ചയില്ല. ചിലർക്ക് വൈകൃതങ്ങൾ വളരെയേറെ. വളരെ എത്ര എളുപ്പത്തിലാണ് ദൈവം ഞങ്ങൾക്ക് യാത്രയയപ്പ് നൽകിയത്. ജനിമൃതികൾക്ക് മുന്നിൽ കീഴടങ്ങാതെ വയ്യല്ലോ. ആകെ വലച്ചെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവർ എൻ്റെ വളർച്ചയ്ക്ക് തയ്യാറായി. ആവശ്യമുള്ളവർക്ക് കൊടുക്കാതെ ഇരിക്കുകയും ആവശ്യമില്ലാത്തവർക്ക് വാരിക്കോരിക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വിനോദം തന്നെ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എത്രയോ പേരാണ് ഈശ്വരൻ്റെ കണ്ണിൽപ്പെടാതെ പോകുന്നത്. ആവശ്യമില്ലാത്തവർക്ക് ഞങ്ങളെപ്പോലെ സമ്മാനിച്ചു. അവരിൽ ചിലരൊക്കെ ജന്മത്തിന് മുന്നേ കൊന്നു. ചിലരെ ജനിച്ചു വീണ ശേഷം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വന്തം രക്തമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയും ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഇന്നത്തെ അവസ്ഥ വളരെ ക്രൂരതയല്ലേ. കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ കീഴ്മേൽ മറിഞ്ഞു വന്നു. അന്നത്തെ സ്കാൻ റിപ്പോർട്ടോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷിക്കണമോ ദുഃഖിക്കണമോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ദൈവം എനിക്ക് കണ്ണുകൾ തന്നു, ചെവികൾ നൽകി, വായ് നൽകി. പക്ഷേ എനിക്ക് തുടിക്കാൻ ഒരു ഹൃദയം മാത്രം ദൈവം നൽകിയില്ല. അമ്മയുടെ വയറ്റിൽ ഹൃദയമില്ലാത്ത കുഞ്ഞ് 10 മാസം പുറംലോകം കാണാൻ കാത്തുകിടന്നിട്ട് എന്തു കാര്യം? അതോടെ ഹൃദയമില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ട കാര്യമില്ലെന്നും അബോർഷൻ ചെയ്യാനുള്ള നിയമപരമായ അനുമതിയും കിട്ടിയതോടെ എനിക്ക് ഈ ലോകത്തേക്ക് എത്തിച്ചേരേണ്ടി വന്നു. ഇവിടെ എന്നെപ്പോലെ എത്ര പേരാണ് കിട്ടാതെ പോയ അച്ഛനമ്മമാരെയോർത്ത് സങ്കടപ്പെടുന്നത്. ഞങ്ങളുടെ കരച്ചിലൊന്നും ആരും കേൾക്കുന്നില്ല. എല്ലാവരിൽ നിന്നും ഞങ്ങൾ ഒരുപാട് ദൂരെയാണ്. എൻ്റെ ഹൃദയശൂന്യതയിൽ ദൈവനീതികേടിനോട് എനിക്ക് വെറുപ്പാണ്. അതേസമയം സ്നേഹവും. ഒരിക്കൽ ഒരു നിമിഷം തുടക്കത്തിൽ ആഗ്രഹിച്ചിരുന്നു. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ച അവർക്കിടയിലേക്ക് ജനിച്ചു വീണാലും ആ ചിന്ത എൻ്റെ മനസ്സിൽ കരടായി അവശേഷിക്കും. ഡോക്ടർ എന്നെ കൊന്നുകളയും മുൻപ് അവർ എന്നെ വേണ്ടെന്ന് ചിന്തിച്ച ആ നിമിഷം തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞു. അതിലും വലിയ ശിക്ഷ ലഭിക്കുവാനേയില്ല. ഒന്നുമറിയാത്ത പ്രായത്തിൽ അവരെന്നെ അവഗണിക്കപ്പെടുന്നുവെന്നാൽ ജീവനോടുള്ള നിഷേധമാണ്. കാര്യങ്ങൾ വളരെ എളുപ്പമായി കിട്ടിയല്ലോ. ഹൃദയമില്ലാത്ത ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോടും ദൈവത്തോടും പറയുന്നു, അച്ഛാ, അമ്മേ, എനിക്ക് നിങ്ങളുടെ മകനോ മകളോ ആയി ജീവിക്കുവാൻ ആശിച്ചു അഭിലാഷത്തോടെയാണ് ഞാൻ പൊട്ടിമുളച്ചത്. മുളയിലെ നുള്ളിയ എൻ്റെ ജീവൻ്റെ വില അറിയുന്ന ഒരുപാട് ജന്മങ്ങൾ കണ്ണീരും കയ്യുമായി കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പിന് അവർക്ക് ഫലം ഉണ്ടാവട്ടെ.